Alhamdulillah, nahmaduhu wa nasta'inuhu wa nasta'afiruh wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu falahu mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluh arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-din kulli walau karihal musyrikun. Allahumma salli 'ala Muhammadin wa 'ala ali Muhammad kama sallaita 'ala Ibrahim wa 'ala ali Ibrahim innaka hamidum majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka hamidum majid. Amma ba'd, fa inna asdaqal hadithi kitabullah wa khairal hadiyyi hadiyyu Muhammadin sallallahu alaihi wasallam wa syarral umuri muhdatsatuha wa kullu muhdatsatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. Ayyuhal ikhwan wal akhwat, usikum iyaya awwalan bittaqwallah. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കീ കാലഘട്ടത്തിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് പ്രതിസന്ധികളും വേദനകളും സമ്മാനിക്കപ്പെട്ട വ്യക്തിത്വമാണ്. ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും താങ്ങും തണലുമായി രണ്ട് വ്യക്തിത്വങ്ങളാണ് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്ന ഖദീജ ബിവിയും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിരുന്ന അബൂ ത്വാലിബും. ഈ രണ്ടുപേരും അടുത്തടുത്ത സമയങ്ങളിൽ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി മരണപ്പെടുകയാണ്. ഈ രണ്ടുപേരുടെ മരണത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായ വേദനയാണ് ജീവിതത്തിൽ സമ്മാനിക്കപ്പെട്ടത്. ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആമുൽ ഹുസ്ൻ എന്നാണ്. ദുഃഖത്തിന്റെ വർഷമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനുശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസികമായ സംഘർഷങ്ങളും മക്കാ മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് വർധനവ് ഉണ്ടായതായി ഇസ്ലാമിന്റെ ചരിതങ്ങൾ നമ്മെ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പീഡനങ്ങൾ അധികരിച്ചപ്പോൾ പ്രവാചകന്റെ ഉമ്മയുടെ നാടായ ത്വായിഫിലേക്ക് പോകാൻ പ്രവാചകൻ തീരുമാനിച്ചു. പ്രവാചകൻ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഉമ്മയുടെ നാടായ ത്വായിഫിലേക്ക് പ്രവാചകൻ പ്രവേശിക്കുന്നത്. കാരണം ഉമ്മയുടെ നാടാണ്. തന്നെ കാണുമ്പോൾ അവർ ആശ്ലേഷിക്കും, തന്നെ അംഗീകരിക്കും, തനിക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും അവർ ചെയ്തു തരുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ത്വായിഫിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ പ്രവാചകനെ കാത്തിരുന്നത് അതിനപ്പുറമുള്ള പീഡനമായിരുന്നു. ത്വായിഫിന്റെ മണലാരണ്യത്തിൽ ആ പ്രവാചകന്റെ രക്തപ്പാടുകൾ ഇങ്ങനെ ഒഴുകുന്ന രംഗം നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അവിടെയും രക്ഷയില്ലാത്ത ഒരു സാഹചര്യം. അങ്ങനെ പ്രവാചകൻ തളർന്നിരിക്കുന്ന സമയത്ത് ആ പ്രവാചകന് മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും പ്രതിരോധങ്ങളിൽ നിന്നും ആശ്വാസം നൽകാൻ, സമാധാനം വിട്ടുകൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയാണ്. ആ പ്രവാചകന്റെ
പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിന് ആശ്വാസമേകാൻ കഴിയുന്ന, സാന്ത്വനമേകാൻ കഴിയുന്ന വലിയൊരു യാത്രക്ക് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരുക്കി കൊടുക്കുകയാണ്. അതാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. ആ യാത്രക്ക് പോകുമ്പോൾ പല വിധത്തിലുള്ള ഒരുക്കങ്ങൾ ആവശ്യമാണ്. കാരണം ഇതുവരെ ജീവിതത്തിൽ കാണാത്ത, പ്രവാചകന് സ്വന്തം മനസ്സുകൊണ്ട് പോലും ഉൾക്കൊള്ളാനാകാത്ത കുറെ കാര്യങ്ങളിലേക്കാണ് അള്ളാഹു പ്രവാചകനെ കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്നതിന് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഒന്ന് ഒരുക്കുകയാണ്. എങ്ങനെയാണ് പ്രവാചകനെ അള്ളാഹു ഒരുക്കിയിരിക്കുന്നത്? പ്രവാചകൻ പറയാണ്, ഞാൻ മക്കയിലായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ വീടിന്റെ മേൽക്കൂര തുരക്കപ്പെട്ടു. ആ മേൽക്കൂരയിൽ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കപ്പെട്ടു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആ ദ്വാരത്തിലൂടെ എൻ്റെ വീടിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് എൻ്റെ ഹൃദയത്തെ ജിബ്രീൽ അലൈഹിസ്സലാം പുറത്തേക്ക് എടുത്തു. അതിനുശേഷം എൻ്റെ ഹൃദയത്തെ ജിബ്രീൽ അലൈഹിസ്സലാം സംസം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. എന്നിട്ട് അതിനുശേഷം പ്രവാചകൻ പറയാണ്, പിന്നീട് ഹിക്മത്തും ഈമാനും നിറച്ചിട്ടുള്ള ഒരു തളിക, സ്വർണം കൊണ്ടുള്ള ഒരു പാത്രം എൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നു. എന്നിട്ട് ആ പാത്രം എൻ്റെ നെഞ്ചിലേക്ക് ഒഴിച്ചു. അതിനുശേഷം എൻ്റെ നെഞ്ചിനെ വീണ്ടും പഴയതുപോലെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ആ പ്രവാചകനെയും കൊണ്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് ഏകദേശം 1450 കിലോമീറ്റർ വിദൂരതയിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവാചകനെ കൊണ്ടുപോയ ആ യാത്രയാണ് യഥാർത്ഥത്തിൽ ഇസ്രാ എന്ന പേരിൽ നാം പഠിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 1-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. തന്റെ ദാസനെ, പ്രവാചകനെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അതിന്റെ പരിസരം അനുഗ്രഹ സമ്പൂർണമാക്കിയിട്ടുണ്ട്. നിശായാത്ര ചെയ്യിപ്പിച്ചവൻ എത്ര പരിശുദ്ധനാണ്. നമ്മുടെ പക്കൽ നിന്നുമുള്ള ചില ആയാത്തുകൾ, ചില ദൃഷ്ടാന്തങ്ങൾ ആ പ്രവാചകന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാത്രയെ സംവിധാനിച്ചത്. ഇനി ആ പ്രവാചകൻ പോകുന്ന യാത്ര, ഊതീതു ബിൽ ബുറാഖ്, പ്രവാചകൻ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ബുറാഖ് എന്ന വാഹനത്തിൽ പോകുന്നു. അങ്ങേയറ്റം നീളമുള്ള, നല്ല വെളുത്ത നിറത്തിലുള്ള ഒരു മൃഗമായിരുന്നു ബുറാഖ് എന്ന് പറയുന്നത്. അപ്പൊ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളുടെ കേറുന്ന സിറ്റ് ഔട്ടിന്റെ മുമ്പിൽ തന്നെ ഒരു പിക്ചറൊക്കെ വെച്ചിട്ടുണ്ടാവും. ഒരു നല്ല സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഫോട്ടോ, അതിനുശേഷം ഒരു കുതിരന്റെ ഉടലൊക്കെ ആയിട്ട്. അതല്ല യഥാർത്ഥത്തിൽ ബുറാഖ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞതും അതിന്റെ വേഗതയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, അതിന്റെ കണ്ണെത്തുന്ന ദൂരത്തേക്ക് അതിന്റെ കാലുകൾ എടുത്തു വെക്കുന്നതാണ്. അള്ളാഹു അനുഗ്രഹമായി നിറക്കപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തേക്ക് ബുറാഖ് എന്ന വാഹനത്തിൽ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടി എത്തി. അവിടെ എത്തിയപ്പോ എല്ലാ അമ്പിയാക്കളും തങ്ങളുടെ വാഹനങ്ങളെ കെട്ടിയിടുന്ന പള്ളിയുടെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ബുറാഖ് എന്ന വാഹനത്തിനെ കെട്ടിയിട്ടു. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒളൂ ചെയ്ത് ബൈത്തുൽ മുഖദ്ദസിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചു. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമ്പിയാക്കളെയും, ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചകന് തൊട്ട് മുമ്പ് വന്നിട്ടുള്ള എല്ലാ അമ്പിയാക്കളെയും മസ്ജിദുൽ അഖ്സയിൽ പ്രവാചകന്റെ പിന്നിൽ മഅ്മൂമിങ്ങളായി നിസ്കരിക്കാൻ സജ്ജമാക്കിയെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ആ നിസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ പുറത്തേക്ക് വന്ന സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം 2 കപ്പുകൾ, 2 പാത്രങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുവന്നു. അതിലൊന്ന് ഖംറിൻ വലബനിൻ, ഒന്ന് മദ്യത്തിന്റെയും ഒന്ന് പാലിന്റെയും 2 കപ്പുകളാണ് പ്രവാചകന് കൊണ്ടുവന്നത്. ഫനളറ ഇലൈഹിമ, അങ്ങനെ പ്രവാചകൻ ആ 2ലേക്ക് ഇങ്ങനെ നോക്കി. ഫഅഖദൽ ലബൻ, അതിൽ നിന്ന് പ്രവാചകൻ പാലിന്റെ പാത്രം എടുത്തു.
ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, ഹാദാക ലിൽ ഫിത്രതി, താങ്കൾ ഏറ്റവും പരിശുദ്ധമായതിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാമയുടെ കൂടെ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅറാജിന്റെ യാത്ര തുടങ്ങുക. എന്താണ് മിഅറാജ് എന്ന് പറഞ്ഞാൽ? കയറി പോവുക എന്നതാണ് മിഅറാജ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇന്നിപ്പോ നമ്മുടെ ഹിജ്രി കലണ്ടർ പ്രകാരം റജബ് 27-നാണ് മിഅറാജ് പ്രയാണമുണ്ടായത് എന്ന് ചില ആളുകൾ അന്ധവിശ്വാസം പ്രകടിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ദിവസത്തിന്റെ പകലിൽ റജബ് 27-ന് പ്രത്യേകമായ നോമ്പ് ഉണ്ട് എന്നും ആ നോമ്പ് കഴിഞ്ഞാൽ രാത്രി സമയത്ത് സുദീർഘമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിക്കണമെന്നും പഠിപ്പിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇനി ഇസ്രാ മിഅ്റാജ് നടന്നത് റജബ് മാസത്തിലാണോ? അതുമല്ല. റജബ് 27-നാണോ? അതിന് ഇസ്ലാമിൽ തെളിവുമില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിയുടെ കൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോവുകയാണ്. ദുനിയാവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആകാശത്തിന്റെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമയും പ്രവാചകനും എത്തിച്ചേർന്നു. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നാം ആകാശത്തുള്ള മലക്കുകളോട് ആ ഒന്നാം ആകാശത്തിന്റെ കവാടം തുറക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ആകാശത്തിന്റെ മലക്കുകൾ ചോദിച്ചു, ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് ജിബ്രീലാണ്. താങ്കളുടെ കൂടെ ആരാണ്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ ഒന്നാമത്തെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാമയും പ്രവാചകനും ഒന്നാമത്തെ ആകാശത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ വെച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. പ്രവാചകനെ ഒന്നാം ആകാശത്ത് വെച്ച് ആദം നബിയെ കണ്ടു. ആദം നബി അലൈഹിസ്സലാം ആ പ്രവാചകനെ സ്വാഗതം ചെയ്തു. ആ പ്രവാചകന്റെ ഖൈറിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുവെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അങ്ങനെ ഒന്നാം ആകാശം കഴിഞ്ഞ് രണ്ടാം ആകാശത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനെയും കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് ഈസാ ഇബ്നു മറിയം വയഹ്യ ഇബ്നു സക്കരിയ, ഈസാ നബി അലൈഹിസ്സലാമയെയും യഹ്യ അലൈഹിസ്സലാമയെയും രണ്ടാം ആകാശത്ത് വെച്ചുകൊണ്ട് പ്രവാചകനെ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കാഴ്ചയിൽ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈസാ നബിയെ ഇങ്ങനെ നോക്കി. അപ്പൊ ഈസാ നബിയെ നോക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാമയുടെ ശരീരം എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള, യാതൊരുവിധ കോടുപാടുകളും ഇല്ലാത്ത ഒത്ത ശരീരമുള്ള ഒരു ആളായിരുന്നു മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. മാത്രമല്ല ആ ഈസാ നബിയുടെ ശാരീരികമായ പ്രകൃതിയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ചുവപ്പും വെള്ളയും കൂടിക്കലർന്ന ഒരു പ്രത്യേക നിറത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാമയെ എനിക്ക് കാണിക്കപ്പെട്ടത് എന്നാണ്. മാത്രമല്ല ആ ഈസാ നബി അലൈഹിസ്സലാമയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഒരാള് കുളി കഴിഞ്ഞ് തല തോർത്താതെ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ എങ്ങനെ ഉണ്ടാവും? അയാളുടെ തലമുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇങ്ങനെ താഴേക്കിറ്റും. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം നല്ല നീളമുള്ള വെള്ളത്തുള്ളികൾ ഒറ്റുന്നത് പോലെ മുടിയുള്ള ഒരു വ്യക്തിയായിരുന്നു മഹാനായ ഈസാ നബി അലൈഹിസ്സലാം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിക്കുകയാണ്. അങ്ങനെ രണ്ടാം ആകാശവും കഴിഞ്ഞ് മൂന്നാം ആകാശത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനെ കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കാണിച്ചു കൊടുക്കുകയാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ശാരീരികമായ പ്രകൃതിയെക്കുറിച്ച് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ സൃഷ്ടിച്ചു. ആ ദുനിയാവിന് സൗന്ദര്യം, ഭംഗി നൽകുകയും ചെയ്തു. ആ ഭംഗിയെ അള്ളാഹു രണ്ടാക്കി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഒരു പകുതിയെ യൂസുഫ് നബിക്ക് കൊടുത്തു, ഒരു പകുതിയെ ദുനിയാവിനും കൊടുത്തു എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ അവിടുന്ന് നാലാമത്തെ ആകാശത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആ പ്രവാചകനെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചുകൊണ്ട് മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഇദ്രീസ് നബി അലൈഹിസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത് വറഫഅനാഹു മകാനൻ അലിയ, തീർച്ചയായും ഇദ്രീസ് അലൈഹിസ്സലാമയെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് നാം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെ അതും കഴിഞ്ഞ്
5-ാമത്തെ ആകാശത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് ഹാറൂൻ നബി അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കാണിച്ചു കൊടുത്ത രംഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഹാറൂൻ നബി അലൈഹിസ്സലാം പ്രവാചകനെ വരവേറ്റു, പ്രവാചകന് സലാം പറഞ്ഞു, പ്രവാചകന് ഖൈറുണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനെയും കൊണ്ട് 6-ാമത്തെ ആകാശത്തേക്ക് പോകുന്നു. അവിടെ വെച്ചുകൊണ്ട് മഹാനായ മൂസ അലൈഹിസ്സലാമയെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. അങ്ങനെ സലാം പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ വരവേറ്റു, അള്ളാഹുവിനോട് പ്രവാചകന് ഖൈറുണ്ടാകാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ മൂസാ നബി അലൈഹിസ്സലാമയുടെ രൂപത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നത് യമനിലുള്ള സനൂഅ ഗോത്രത്തിൽപ്പെട്ട ആളുകളുടെ മുടി പോലെയാണ് മൂസാ നബി അലൈഹിസ്സലാമയുടെ മുടി. എന്ന് പറഞ്ഞാൽ ചുരുണ്ട മുടിയാണ് മൂസാ നബിക്ക് ഉണ്ടായിരുന്നത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം 7-ാം ആകാശത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോവുകയാണ്. അങ്ങനെ 7-ാം ആകാശത്തെത്തിയപ്പോൾ മുസ്നിദൻ ളുഹ്റഹു ഇലൽ ബൈത്തുൽ മഅമൂർ, തന്റെ പുറകു ഭാഗം ബൈത്തുൽ മഅമൂറിനോട് ചാരി ഇരിക്കുന്ന രൂപത്തിലാണ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കാണുന്നത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് വളരെ കൃത്യമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, എന്നിട്ട് പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാമയോട് ഇബ്രാഹിം നബിയെ കണ്ട ശേഷം പറയുന്നുണ്ട്, പടച്ചോനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ശാരീരികമായ രൂപവും ഇബ്രാഹിം നബിയുടെ രൂപവും ശരീരത്തിന്റെ വലുപ്പവും ആ സൗന്ദര്യവും എല്ലാം വെച്ച് നോക്കുമ്പോൾ എന്റെ അതേപോലെയാണല്ലോ. അങ്ങനെ ആ ബൈത്തുൽ മഅമൂറിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് വൽ ബൈത്തുൽ മഅമൂർ, ജനനിബിഡമായ മന്ദിരം തന്നെയാണ് സത്യം. അതിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് വഇദാ ഹുവ യദ്ഖുലുഹു, അങ്ങനെ ആ ബൈത്തുൽ മഅമൂറിലേക്ക് പ്രവേശിക്കുന്നു. കുല്ല യൗമിൻ, ഓരോ ദിവസവും 70,000 മലക്കിൻ, 70,000 മലക്കുകൾ ഓരോ ദിവസവും ആ ബൈത്തുൽ മഅമൂറിലേക്ക് പ്രവേശിച്ചു കൊണ്ടേയിരിക്കുന്നു. ലാ യമൂദൂന ഇലൈ, പിന്നീട് അവർ അതിലേക്ക് തിരിച്ചു വരികയില്ല. പിന്നെ അടുത്ത ദിവസം വേറെ 70,000 മലക്കുകളാണ് ആ ബൈത്തുൽ മഅമൂറിലേക്ക് വരുന്നത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ആ ഒരു കാഴ്ചയും കണ്ടുമുട്ടലും സലാമും ഒക്കെ കഴിഞ്ഞ് ബൈത്തുൽ മഅമൂറിൽ നിന്ന് വീണ്ടും അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം സിദ്റത്തുൽ മുൻതഹയുടെ അടുത്തേക്ക് ഉയർത്തുകയാണ്. അള്ളാഹു പറഞ്ഞത് ഇൻദഹാ ജന്നത്തുൽ മഅവ, ആ സിദ്റത്തുൽ മുൻതഹ എവിടെയാണ്? അത് ഏറ്റവും ഉന്നതമാക്കപ്പെട്ട, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്വർഗത്തിന്റെ അടുത്താണ് ഈ സിദ്റത്തുൽ മുൻതഹ എന്ന മരം സ്ഥിതി ചെയ്യുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. ആ സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തുള്ള ഇലന്ത മരം എന്ന് ഖുർആൻ തന്നെ നമുക്കത് കാണാനും പറ്റും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുമ്മ ദഹബ ബി ഇലാ സിദ്റത്തുൽ മുൻതഹ, അങ്ങനെ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്തേക്ക് എനിക്ക് പ്രവേശിക്കേണ്ടി വന്നു. വൈദാ വറഖുഹ, അങ്ങനെ ഞാൻ അതിന്റെ ഇലകളിലേക്ക് നോക്കി. സിദ്റത്തുൽ മുൻതഹ എന്ന മരത്തിന്റെ ഇലകളിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കി. അപ്പോ കആദാനിൽ ഫീല, ആനയുടെ ചെവി പോലെയാണ് ആ സിദ്റത്തുൽ മുൻതഹയുടെ ഇലകളുടെ വലിപ്പം എന്ന് മഹാൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല വഇദാ തമറുഹാ കൽ ഖിലാൽ, ഖിലാൽ പഴത്തിന്റെ പോലെയാണ് അതിന്റെ പഴങ്ങൾ. പ്രവാചകൻ പറഞ്ഞു, ഒരു സൃഷ്ടിക്കും അതിന്റെ വർണ്ണനയെക്കുറിച്ച്, അതിന്റെ മാറ്റങ്ങളെക്കുറിച്ച്, അതിന്റെ രൂപത്തെക്കുറിച്ച്, അതിന്റെ ഭംഗിയെക്കുറിച്ച്, അതിന്റെ ഗുണത്തെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയാത്ത വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സിദ്റത്തുൽ മുൻതഹയെ വർണ്ണം കൊണ്ട് പൊതിഞ്ഞത് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ പഠിക്കണം, നമ്മൾ പഠിക്കേണ്ട, അറിയേണ്ട കുറെ കാര്യങ്ങളാണ് പ്രവാചകൻ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലൂടെ പ്രവാചകൻ ആശ്വാസവും പ്രതിസന്ധികൾക്കുള്ളൊരു സമാധാനവും അള്ളാഹു വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചുകൊണ്ട് റഅയ്തു ജിബ്രീൽ, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമയെ കണ്ടു. വലഹു 600 ജനാഹിൻ, 600 ചിറകുകളിലായി, ചിറകുകൾ വിടർത്തി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമയെ കണ്ടു. മാത്രമല്ല, ആ ചിറകുകളിൽ നിന്നും വിവിധ വർണ്ണങ്ങളുള്ള മുത്തുകളും പവിഴങ്ങളും
ഉതിർന്നു വീഴുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തുവെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു റിവായത്തിൽ മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റഅയ്തു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമയെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. എങ്ങനെ? ആകാശഭൂമികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ സിംഹാസനം വഹിക്കുന്ന ഒരു മലക്കിന്റെ രൂപത്തെ കുറിച്ച് വിശദീകരിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ അനുവാദം കൊടുത്ത സമയത്ത് പ്രവാചകൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്, ഇന്ന മാ ബൈന ശഹ്മതി ഉദ്നിഹി ഇലാ ആതിഖിഹി മസീറത്തു 700 ആമിൻ. ആ അർശ് വഹിക്കുന്ന ഒരു മലക്കിന്റെ രൂപം എന്താണെന്ന് സഹോദരങ്ങളെ, ഈ ചെവിന്റെ ഈ താഴെ ഭാഗത്തുള്ള അറ്റുണ്ടല്ലോ, ഈ അറ്റം മുതൽ നമ്മുടെ ഈ ചുമല് വരെയുള്ള ദൂരം 700 കൊല്ലം ഒരാൾ എത്ര ദൂരം സഞ്ചരിക്കും? അത്രയും ദൂരമാണ് ഈ ചെവിന്റെ അറ്റം മുതൽ ഈ താഴെ അറ്റം മുതൽ ഈ ചുമല് വരെയുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പൊ ഒരു മലക്കിന്റെ വലിപ്പം എത്രയാ സഹോദരങ്ങളെ? അങ്ങനെ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസീറു റാക്കിബു ഫി ളില്ലിൽ ഖസം മിൻഹാ 100 സന. 100 വർഷം സഞ്ചരിച്ചാലാണ് സിദ്റത്തുൽ മുൻതഹ വിരിച്ചിട്ടുള്ള ആ തണലിന്റെ പരിധി കടക്കാൻ പറ്റുള്ളൂ എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു 4 നദികൾ, 4 പുഴകൾ കാണിച്ചു കൊടുത്തു. അതിൽ 2 എണ്ണം സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് ഒഴുകുന്നതും 2 നദികൾ സ്വർഗത്തിന്റെ പുറത്തേക്ക് ഒഴുകുന്നതുമാണ്. അതിനെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅമ്മൻ നഹ്റാനി ളാഹിറാനി. സ്വർഗത്തിൽ നിന്ന് 2 നദികൾ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ഫന്നീലു വൽ ഫുറാത്ത്. അൽ നീൽ നൈൽ നദിയാണ്. രണ്ടാമത്തത് യൂഫ്രട്ടീസ് നദിയാണ്. ഫുറാത്ത് എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസ് ആണ്. അങ്ങനെ അവിടെ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ലൗഹുൽ മഹ്ഫൂലിന്റെ അടുത്തേക്ക്, നമുക്കൊക്കെ കേട്ടിട്ടുണ്ട് ആ ലൗഹുൽ മഹ്ഫൂൽ എന്താണെന്ന്. മനുഷ്യരുടെ കലാകദറുകൾ, വരാനിരിക്കുന്നതും വന്നുപോയതുമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന സ്ഥലമാണ് ലൗഹുൽ മഹ്ഫൂൽ എന്ന് പറയുന്നത്. അത് രേഖപ്പെടുത്തുന്ന പേനയുടെ ശബ്ദം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കേൾപ്പിച്ചു കൊടുത്തു എന്ന് പ്രവാചകൻ പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഈ ലൗഹുൽ മഹ്ഫൂലിൽ എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ സ്റ്റോപ്പായി. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹുവിന്റെ അർശിന്റെ അടുത്തേക്ക് പ്രവാചകനെ ഉയർത്തിക്കൊണ്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് സംസാരിക്കുന്നു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടാണോ സംസാരിച്ചത് എന്ന് പ്രവാചകനോട് ചോദിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഫഖാല റഅയ്തു നൂറ. ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിനെ നേരിട്ട് കാണുന്നത്? ഞാൻ ഒരു പ്രകാശത്തെയാണ് കണ്ടത്. ആ പ്രകാശത്തിനോടാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെ ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി കൊടുത്തു എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അതിൽ ഒന്ന് ഉഅതിയ സ്വലാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം. നമുക്കറിയാം അത് 50 വക്തായിരുന്നു. അത് അവസാനം 5 ആക്കി അള്ളാഹു ചുരുക്കി കൊടുത്തു. ഈ രണ്ടാമത്തത് വഉതിയ ഖവാതിമ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറന്റെ അവസാനത്തെ 2 ആയത്ത് ആമന റസൂല്. ഇനി മൂന്നാമതായി ഈ ഉമ്മത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുന്നത് വഉഫിറ ലിമൻ ലം യുശ്രികു ബില്ലാഹി മിൻ ഉമ്മതി ശൈഅ. ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക്, പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് ശിർക്ക് ഒഴികെയുള്ള എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് വാഗ്ദാനം കൊടുത്തു എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നല്ല മനോഹരമായ പ്രവാചകന്റെ മനസ്സിന് ആശ്വാസവും സമാധാനവും നിറക്കുന്നതിന്റെ കൂടെ നമുക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഈ ഒരു സംഭവത്തിലൂടെ സാധിക്കും. റജബ് പുണ്യമാക്കപ്പെട്ട മാസമാണ്. ഹുർമത്താക്കപ്പെട്ട 4 മാസങ്ങളിലൊന്ന് റജബാണ്. പക്ഷെ ആ പ്രത്യേകത അല്ലാത്ത ആ റജബ് 27 പ്രത്യേകമായ നോമ്പോ, പ്രത്യേകമായിട്ടുള്ള നിസ്കാരമോ, പ്രത്യേകമായ ബലികർമ്മമോ, പ്രത്യേകമായ ഉംറയോ ഇല്ല. പ്രവാചകൻ റജബിൽ ഉംറ ചെയ്തിട്ടേ ഇല്ല. ചെയ്യണമെങ്കിൽ ചെയ്യാം. മറ്റു മാസങ്ങളിൽ, മറ്റു ദിവസങ്ങളിൽ ഉംറ ചെയ്യുന്നത് പോലെ റജബ് മാസത്തിൽ ചെയ്യാം, അതിന് പ്രശ്നമില്ല.
പക്ഷെ പ്രത്യേകമാക്കിയിട്ടത് ഇസ്രാ മിഅ്റാജ് വന്ന സമയമാണ് എന്ന് പ്രത്യേകമാക്കിയിട്ട് ഒരു സംവിധാനം ഇസ്ലാമില്ല. അത് ബിദ്അത്താണ്, പുത്തനാചാരമാണ്. അത് പ്രവാചകൻ വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അതാരെങ്കിലും ചെയ്താൽ പ്രവാചകന്റെ ചര്യക്ക് നിരക്കാത്തതാണ്. പ്രവാചകന്റെ ചര്യക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഇസ്ലാമിന് പുറത്താണ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക. പ്രവാചകൻ അറിഞ്ഞ് മനസ്സിലാക്കിയ അനുഭവിച്ച കാര്യങ്ങൾ സ്വഹാബത്തിന് അതുപോലെ പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് ആയാത്തുകളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കുന്ന വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ നീ പുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, നാടർകൂട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്ക് മാനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് പരിപാലിക്കുന്ന കഠിന കഠോരമായ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, പ്രബോധകന്മാർ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം നിറക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഫ്വൽ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ജർനാ മിനൻ നാർ, اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.